അനു അച്ചു അപ്പുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പു, നീ ഇങ്ങനെ പേടിക്കാതെ. കൊല്ലണമെന്ന് കരുതി ചെയ്തതൊന്നുമല്ലല്ലോ. ഇനിയിപ്പോൾ ചത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശല്യം ഒഴിഞ്ഞു പോയെന്ന് ഞാൻ കരുതുള്ളൂ, അനു നിസ്സാര മട്ടിൽ പറഞ്ഞു. അനുവച്ചി, ഇത്രയ്ക്കും ക്രൂരത പാടില്ല കേട്ടോ. അനുവച്ചി ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാണ് ദേ ഇവളെ ഈ ചെയ്തത് പോലും. ഒന്നുമില്ലേലും നമ്മുടെ ഏട്ടൻ്റെ ഭാര്യയല്ലേ. ഓ, നിനക്ക് എപ്പോഴാച്ചു അവളോട് ഇത്രയ്ക്കും സ്നേഹം തോന്നി തുടങ്ങിയേ? അനുവിൻ്റെ സ്വരത്തിൽ പരിഹാസവും അച്ചുവിനോടുള്ള ദേഷ്യവും കലർന്നിരുന്നു. അഭിയേട്ടൻ പറഞ്ഞത് അനുവേച്ചിയും കേട്ടതല്ലേ, ചേട്ടൻ്റെ പ്രാണനാണെന്ന്. എൻ്റെ പ്രാണനില്ലാതെ ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ അഭിയേട്ടൻ അവരെ എത്രത്തോളം ഇഷ്ടമാണെന്ന്. അതെങ്ങനെ പെട്ടെന്ന് തോന്നി ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് അഭിയേട്ടനെ വിഷമിപ്പിക്കുന്ന തരത്തിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അഭിയേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുമെന്തോ. എന്നെ ചോദ്യം ചെയ്താൽ ഞാൻ ഉള്ളത് പറയും കേട്ടോ. അതും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോയതും അപ്പുവിൻ്റെ ഉള്ളിലെ ഭയം ഒന്നുകൂടെ വർദ്ധിച്ചു. ഇതേ സമയം ഹോസ്പിറ്റലിൽ ദേവുവിന് ആവശ്യമായ ട്രീറ്റ്മെൻ്റ് ഒക്കെയും കൊടുത്തു കഴിഞ്ഞതും അഭി അവിടെയുള്ള ചെയറിൽ തളർന്നിരുന്നു പോവുകയായിരുന്നു. ബോഡി ഇതുവരെ മരുന്നിനോട് പ്രതികരിച്ചിട്ടില്ല. ക്രമരഹിതമായ ഹൃദയസ്പന്ദനം, ലോ പൾസ്, ഇതൊക്കെ അതുപോലെ കിടക്കുന്നുണ്ട്. ടെസ്റ്റ് റിപ്പോർട്ട് ഒക്കെയും കിട്ടിയാലേ കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവളുടെ ജീവൻ ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് അഭി അടക്കം അവിടെയുള്ള ബാക്കി ഡോക്ടേഴ്സിനും അറിയാം. ഡോക്ടർ സാജനും രാഹുലിനും അഭിയുടെ അവസ്ഥ കണ്ടപ്പോൾ അങ്ങേയറ്റം വിഷമം തോന്നി. ഫോർമൽ ലുക്കിലല്ലാതെ അഭി ഹോസ്പിറ്റലിലേക്ക് വരാറില്ല. ഇതിപ്പോൾ ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റുമാണ് അവൻ്റെ വേഷം പോലും. അഭി, യു ഡോണ്ട് വറി മൈ ബോയ്. നിന്റെ വൈഫിനെ നിനക്ക് തിരിച്ചു കിട്ടും. താൻ ഭയക്കുന്നത് പോലെയൊന്നും സംഭവിക്കില്ല. യു നോ അഭി, യു ആർ എ കാർഡിയോളജി സർജൻ. മറ്റുള്ളവരെ പോലെ നീ ചിന്തിക്കാൻ പാടില്ല. വൈഫ് റിക്കവർ ആവുന്നത് വരെ താൻ അവളെ ഒരു പേഷ്യൻ്റായി മാത്രമേ കാണാൻ പാടുള്ളൂ. ഡോക്ടർ സാജൻ അഭിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അവിടുത്തെ സീനിയർ ന്യൂറോ സർജനായിരുന്നു ഡോക്ടർ സാജൻ. ഐ നോ സർ. അയാളുടെ ആശ്വാസവാക്കുകൾ കേട്ട് അഭി വെറുതെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അഭി, താനിങ്ങനെ തളരരുത്. നമ്മൾ ഡോക്ടേഴ്സാണ്. രോഗികൾ വിശ്വാസം അർപ്പിക്കുന്നത് ഡോക്ടേഴ്സിലാണ്. പക്ഷെ നമ്മൾ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. യെസ്, ഗോഡ്, യൂണിവേഴ്സൽ എനർജി. ആ ദൈവം ഒരിക്കലും തന്നെ കൈവിടില്ലടോ. തൻ്റെ വൈഫിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവം തനിക്ക് തിരിച്ചു തരും. ഐ ആം ഷുവർ. താൻ ധൈര്യമായിരിക്കൂ. ഡോക്ടർ രാഹുൽ അഭിയുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവരിരുവരും പകർന്നു നൽകിയ ധൈര്യം അഭിയുടെ ഉള്ളിൽ നല്ല പോലെ പ്രതീക്ഷയുണർത്തി. സാജനും രാഹുലും മറ്റുള്ള നഴ്സുമാരും ഇറങ്ങിയതും അവിടെ അഭിയും ദൈവവും മാത്രമായി. ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരുപാട് വയറുകൾക്ക് ചുറ്റും ഒന്നും അറിയാതെ മയങ്ങുന്ന തൻ്റെ പെണ്ണ്, തൻ്റെ പ്രാണൻ. അഭി അവളുടെ വലത് കരം എടുത്ത് ചുണ്ടോടടുപ്പിച്ചു. അമ്മു, നീ എന്നെ വിട്ടുപോവോ? അങ്ങനെ വിട്ടുപോവാൻ നിനക്ക് പറ്റുമോ? അമ്മു, ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയില്ല അമ്മു. നിനക്കല്ല, ആർക്കും അറിയില്ല. ആർക്കും. ദേ, ഇവിടെ മുഴുവൻ നീയാടി. അവളുടെ കൈ തൻ്റെ നെഞ്ചോടടുപ്പിച്ചു വെച്ചുകൊണ്ടാണ് അഭി അത് പറഞ്ഞത്. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണിരുന്നു. ഇതേസമയം ICUവിൽ നിന്നും പുറത്തിറങ്ങിയ ഡോക്ടർ സാജനോടും ഡോക്ടർ രാഹുലിനോടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയായിരുന്നു ഹർഷനും ആരവും ആമിയും. ദേവുവിൻ്റെ അവസ്ഥ അറിഞ്ഞതും മൂവരെയും ദുഃഖത്തിലാഴ്ത്തി. ആമി, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഹർഷൻ ആമിയോട് കാര്യം തിരക്കി. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ഹർഷേട്ടാ. ഞാൻ അപ്പുവിനെയും ദീവുവിനെയും ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടതാ. പിന്നീട് ചോട്ട് വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്കുന്നത്. അന്നേരം നിലത്ത് വീണ് കിടക്കുന്ന ദേവുവിനെയാണ് കാണുന്നത്. ആമി അത്രയും പറഞ്ഞു നിർത്തി. എന്നിട്ട് ഈ അപ്പു അവിടെ ഉണ്ടായിരുന്നോ? ഹർഷൻ തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. ഇല്ല. ഹർഷൻ്റെ ചോദ്യം കേട്ട് ആമി നേരിയ സ്വരത്തിൽ പറഞ്ഞു. എന്നാ ഇത് അവളുടെ പണി തന്നെ. ഒന്നുമില്ലേലും നീ അവരുടെ ചേച്ചിയല്ലേ, നിനക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ലേ? ഇന്നലെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അച്ചുവിനും അപ്പുവിനും അനുവിനും ദേവുവിനോടുള്ള മനോഭാവവും പെരുമാറ്റവും ഏത് തരത്തിലുള്ളതാണെന്നേ ഞാൻ കണ്ടതാ. ഇത് എന്തോന്ന്, സീരിയലാണോ? അല്ല ആമി, ഇക്കാര്യം നീ അഭിയോട് പറഞ്ഞോ? ഇല്ല. ഇങ്ങോട്ട് വരുമ്പോൾ അഭിയേട്ടൻ ഒരക്ഷരം സംസാരിച്ചില്ലായിരുന്നു. ആമി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഓ, സംസാരിച്ചിരുന്നേ നീ ഇപ്പോൾ പറഞ്ഞേനെ. നീ നിന്റെ അനിയത്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേ നോക്കുള്ളൂ. അപ്പോഴും നീ ഒന്ന് ഓർക്കണം ആമി, അകത്ത് കിടന്ന് ജീവന് വേണ്ടി പൊരുതുന്നതേ ആരുടെയൊക്കെയോ അനിയത്തിയാണ്, മകളാണ്. അതിലൊക്കെ ഉപരി നിന്റെ ചേട്ടൻ്റെ ഭാര്യയാണ്. അബിയുടെ സ്ഥാനത്തെ ഞാനെങ്ങാനും ആയിരുന്നേ, പെങ്ങളാണെന്ന് നോക്കാതെ മുട്ടുകാല് തല്ലിയൊടിച്ചേ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടേനെ. അത്രയും പറഞ്ഞ് ഹർഷൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയായിരുന്നു. ആരുടെയോ കാൽപെരുമാറ്റം കേട്ടിട്ടാണ് അബി ദേവുവിൻ്റെ കയ്യിൽ നിന്നും മുഖമുയർത്തുന്നത്.
ചുവന്നു കലങ്ങിയ കണ്ണുകളുമായി മുന്നിൽ നിൽക്കുന്ന ദക്ഷിനെ കണ്ടതും ഭൂമിയൊന്ന് പിളർന്ന് താൻ അതിലൂടെ താഴേക്ക് പോയിരുന്നുവെങ്കിലെന്ന് അബി ആഗ്രഹിച്ചു പോയി. അബി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ദക്ഷിണെ നോക്കിയതും ദക്ഷ് അബിക്ക് നേരെ രൂക്ഷമായ നോട്ടം നൽകിക്കൊണ്ട് ദേവുവിലേക്ക് നോട്ടം പായിച്ചു. ദേവുവിനെ ആ ഒരവസ്ഥയിൽ കണ്ടതും ദക്ഷിന് സഹിക്കാൻ പറ്റുന്നതിലും അധികമായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു കളഞ്ഞു. ദച്ചുവേട്ടാ, വേണമെങ്കിലേ എന്നെ ശരിക്കും കണ്ടോ. ഇനി വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് വല്ല അംഗഭംഗവും സംഭവിച്ചു കാണും. ദേവു മുൻപ് പറഞ്ഞത് കാതിൽ ഇരച്ചെത്തിയതും ദക്ഷിന്റെ മുഖം വലിഞ്ഞു മുറുകി. അതേ ദേഷ്യത്തോട് അബിയുടെ നേരെ തിരിഞ്ഞു നിന്ന് അവൻ്റെ കോളറിൽ പിടിമുറുക്കി ദഹിപ്പിച്ചു നോക്കി. ഇട്ടാ, പൊന്നു പോലെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോൾ എൻ്റെ കൊച്ച് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ കൊച്ചാ. ഇതിനു വേണ്ടിയാണോ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്? നിഴല് പോലെ നീ അവളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. പാടില്ലായിരുന്നു. അതെൻ്റെ തെറ്റ്. നിന്റെ പെങ്ങന്മാർ നിനക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അതുപോലെ എനിക്കും എൻ്റെ പെങ്ങൾ വലുതാണ്. നിന്റെ കൂട്ടുകാരനായിട്ടല്ല ഞാനിപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ കിടക്കുന്ന എൻ്റെ പെങ്ങളുടെ ചേട്ടനായിട്ടാണ്. നിന്റെ ഏത് പെങ്ങളാണ് ഈ ക്രൂരത കാട്ടിയതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിന്റെ പെങ്ങൾ എന്നുള്ള ഒരു പരിഗണന ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കാതെ നിൽക്കുന്നത്. എൻ്റെ അമ്മ ഒന്ന് കണ്ണ് തുറന്നോട്ടെ. ഇനി ഞാൻ അവളെ നിന്റെ വീട്ടിലേക്ക് അയക്കില്ല. അവള് പറഞ്ഞതുപോലെ നിനക്ക് അവളെ കാണണമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞ് അബിയെ പിടിച്ചു തള്ളിക്കൊണ്ട് ദേവുവിനെ ഒന്നുകൂടെ നോക്കിയിട്ട് അവളുടെ നെറുകയിലൊന്ന് തലോടി ദക്ഷ് പുറത്തേക്ക് പോവുകയാണ്. ദക്ഷ് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ഓരോന്നും അക്ഷരം പ്രതി ശരിയാണെന്ന് അബിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പെങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആങ്ങളെ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമേ ദക്ഷ് ചെയ്തുള്ളൂ. പക്ഷേ അവൻ അവസാനം പറഞ്ഞ ആ വാക്കുകൾ, അവളെ ഇനി തൻ്റെ കൂടെ വിടില്ലെന്ന്, അത് അബിയുടെ നെഞ്ചിനെ ആകെ കുലച്ചു കളഞ്ഞു. അമ്മു, അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? നിന്നെ ഇനി എൻ്റെ കൂടെ വിടില്ലെന്ന്. നിനക്ക് ഞാനില്ലാതെ പറ്റുമെന്നറിയില്ല, പക്ഷേ എനിക്ക് നീയില്ലാതെ പറ്റില്ല അമ്മു. കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കൂ അമ്മു. ഐ ലവ് യു അമ്മു. എനിക്ക് നിന്നോട് പ്രണയമാണ് പെണ്ണെ. ഞാനിപ്പോൾ തിരിച്ചറിയുന്നു എന്താണ് പ്രണയമെന്ന്, എന്താണ് വിരഹമെന്ന്. എന്നെ തനിച്ചാക്കി പോവില്ല അമ്മു. നീയില്ലേ, ഞാനില്ല അമ്മു. അബി അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. അബി ഐസിയുവിന് വെളിയിലേക്ക് ഇറങ്ങിയതും ദക്ഷ ഒഴികെ ബാക്കിയെല്ലാവരുടെയും കണ്ണുകൾ അവനിലേക്ക് നീണ്ടു. ദേവുവിൻ്റെ പപ്പ എഴുന്നേറ്റ് തനിക്കരികിലേക്ക് വരുന്നത് കണ്ടതും അബി അങ്ങോട്ട് ചെന്ന് അയാൾ അവിടെ പിടിച്ചിരുത്തി. അയാൾ ആകെ തളർന്നിരിക്കുവാണെന്ന് അബിക്ക് മനസ്സിലായി. അബി മോനെ, എൻ്റെ മോള്, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പിന്നെ അവൾക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാ, കരഞ്ഞ് നിലവിളിക്കും. അതുകൊണ്ട് മോനെ തന്നെ വേദനിപ്പിക്കാത്ത പോലെ ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. അവളെന്നെ അന്വേഷിച്ചായിരിക്കും അല്ലേ? എനിക്ക് എൻ്റെ മോളൊന്ന് കാണാൻ പറ്റുമോ? അയാളുടെ സ്വരം നന്നേ ഇടറിയിരുന്നു. ഒരച്ഛൻ്റെ ആദിയും ആകുലതയും അയാളുടെ സംസാരത്തിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ചോദ്യങ്ങൾക്ക് അബിയുടെ പക്കൽ ഉത്തരങ്ങളൊന്നുമില്ലായിരുന്നു. എങ്കിലും അയാളെ സമാധാനിപ്പിക്കുക എന്നത് തൻ്റെ ഉത്തരവാദിത്യമാണെന്ന് എന്ന പോലെ അബി അയാളുടെ കൈ മുറുക്കി പിടിച്ചു. അങ്കിൾ, ഇല്ല, അവൾക്കൊരു കുഴപ്പമില്ല. അവളിപ്പോൾ മയക്കത്തിലാണ്. അതുകൊണ്ട് അങ്കിളിന് ഇപ്പോൾ കാണാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് കാണാം. അത്രയും പറഞ്ഞ് അബി ദക്ഷിന് നേരെ തിരിഞ്ഞു. ദക്ഷ് അപ്പോഴും നിന്ന് തിളയ്ക്കുകയാണ്. അബിയെ ഒന്ന് നോക്കുന്ന പോലുമില്ല. ദക്ഷ്, ഞാൻ അങ്കിളിന് ഒരു മുറി അറേഞ്ച് ചെയ്യാം, അവിടെ കൊണ്ട് ചെന്നാക്കിക്കൊള്ളൂ എന്നും പറഞ്ഞ് അബി മറ്റാർക്കും മുഖം കൊടുക്കാതെ തൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് പോവുമായിരുന്നു. ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറി വരാം എന്ന് കരുതിയാണ് അവൻ അങ്ങോട്ട് വന്നത്. അത്യാവശ്യം വേണ്ട ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി താഴേക്ക് ചെല്ലുകയായിരുന്നു. രാത്രി ആയതും ഹർഷൻ ആമിയും കൊണ്ട് വീട്ടിലേക്ക് പോയി. അവിടെ ചോട്ടുവിന് തന്നെ കാണാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആമി പോയത്. ആമി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മായി, അമ്മാവനും അമ്മമ്മയും അവിടെ ഉണ്ടായിരുന്നു. ചോട്ടു അന്നേരം ഉറങ്ങിയിരുന്നു. ദേവുവിൻ്റെ വിവരങ്ങളൊക്കെ ആമിയിൽ നിന്നും അറിഞ്ഞതും അച്ചുവും അനുവും അടക്കം എല്ലാവരും ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു. എൻ്റെ ദേവിയെ, എൻ്റെ കുട്ടിയെ കാത്തോളണേ. ഇന്നലെ അങ്ങോട്ട് വന്നപ്പോൾ എന്നോട് എന്തോരം സംസാരിച്ചിരുന്നു. നല്ലൊരു മോളാ. എന്തിനാ ഈശ്വരന്മാരെ എൻ്റെ കുട്ടിയോട് നീ ക്രൂരത കാട്ടിയത്? എൻ്റെ കൃഷ്ണ, എൻ്റെ കുട്ടിയുടെ ജീവൻ തിരിച്ചെന്നാ നിനക്ക് വെണ്ണ കൊണ്ട് തുലാഭാരം ചെയ്തോളാവേ. ആ വൃദ്ധയായ സ്ത്രീ മനമുരുകി പ്രാർത്ഥിച്ചു. അന്നേരം ആമയുടെ കണ്ണുകൾ അച്ചുവിലേക്കും അപ്പുവിലേക്കും നീണ്ടിരുന്നു. ആമയുടെ കത്തുന്ന നോട്ടത്തിന് മുന്നിൽ അനുവും അച്ചുവും തല താഴ്ത്തി നിന്നു. എവിടെയാ അവള്? ആമി ഇരുവർക്കും കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു. മുറിയിലുണ്ട്, അച്ചുവാണ് പറഞ്ഞത്. അടുത്ത നിമിഷം ആമി അപ്പു കിടക്കുന്ന മുറി ലക്ഷ്യം വെച്ച് നടന്നു. ആമി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അപ്പു പേടിച്ച ഒരു മൂലക്ക് പതുങ്ങിയിരിപ്പാണ്. ആമി അവളുടെ അരികിലേക്ക് നീങ്ങി. ഡി മഹാഭാവി, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയേ എന്നും പറഞ്ഞുകൊണ്ട് ആമി അപ്പുവിനെ പൊതിരെ തല്ലി. ചേച്ചി, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. എന്നെ തല്ലല്ലേ ചേച്ചി. ഞാനിനി അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ ദേവി ചേച്ചിയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചോളാം. അപ്പു കരഞ്ഞുകൊണ്ട് ഓരോന്ന് പറയുന്നുണ്ട്.
ശബ്ദം കേട്ട് ചോട്ടു ഞെട്ടി ഉണർന്നു. ആമി പിന്നെയും അവളെ അടിക്കുകയാണ്. ആമി ചേച്ചി, അവൾ ഇപ്പം തന്നെ ഒരുമാതിരി ആയിട്ടുണ്ട്, ഇനി അവളെ തല്ലരുത്. അനു ആമിക്ക് മുന്നിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു. നീ മിണ്ടരുത്, നീ ഒരുത്തിയാണ് ഇവറ്റകളെ വഷളാക്കിയത്. എന്നിട്ട് എല്ലാവരുടെയും കുറ്റം മുഴുവനും ഞാൻ കേൾക്കണം. ഞാനാണല്ലോ ഇവറ്റകളെ വളർത്തി വലുതാക്കിയേ. അവള് നല്ല കുട്ടിയായിരുന്നു, ഉള്ളിൽ വേണ്ടാത്തതൊക്കെ കുത്തി നിറച്ചതേ നീയാണ്. ആമി അനുവിന് നേരെ പൊട്ടിത്തെറിച്ചു. ഇനി എല്ലാവരും കൂടി എൻ്റെ മണ്ടയിൽ കയറിക്കോ. അവളിവിടെ എന്ന് കാലെടുത്ത് വെച്ചോ അപ്പം തുടങ്ങിയതാ ഓരോ പ്രശ്നങ്ങൾ. ഇങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു ശല്യം. അനു പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപ് ആമിയുടെ കൈ അനുവിൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. ഡി, നിന്റെ മനസ്സ് ഇത്രയ്ക്കും വൃത്തികെട്ടതായിരുന്നു. നിനക്കറിയോ, നിനക്കൊക്കെ ഒരു കുറവും അറിയിക്കാതെ ഈ നിലയിലെത്തിച്ച ഒരു മനുഷ്യനുണ്ട്, നമ്മുടെ ഏട്ടൻ. ആ മനുഷ്യൻ ഇതുവരെയായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അത്രത്തോളം ആ മനുഷ്യന് ആ പെണ്ണ് പ്രിയപ്പെട്ടതായിരുന്നു. നിന്റെയൊക്കെ മുന്നിലേ ഇങ്ങനെയൊക്കെ നടക്കുന്നുവെന്ന് മാത്രം. അങ്ങേരൊരു സഹോദരൻ മാത്രമല്ല, ഒരു ഭർത്താവ് കൂടിയാണ്. അത് നീയൊക്കെ ആദ്യം മനസ്സിലാക്ക്. വെറും ഒരു മാസം കൊണ്ടുണ്ടായ സ്നേഹമൊന്നുമല്ല ഇത്. അതിനു മുൻപ് അഭിയേട്ടൻ ദേവുവിനെ സ്നേഹിച്ചിരുന്നു. നമ്മൾ കാണുന്ന, നമുക്കറിയുന്ന അഭിയേട്ടനല്ല ദേവുവിന് മുന്നിൽ അദ്ദേഹം. അവർ തമ്മിൽ അത്രയ്ക്കും ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട്. സ്വന്തം ചേട്ടൻ്റെ ജീവിതവും സന്തോഷവും തല്ലിക്കെടുത്തിയപ്പോൾ നിനക്കൊക്കെ എന്ത് സമാധാനമാണ് കിട്ടുന്നത്? എല്ലാത്തിനോടും കൂടി ഞാൻ പറയുക, ഇന്നത്തോളം നിർത്തിയേക്കണം നിങ്ങളുടെ അസൂയയും കുശുമ്പും ഗൂഢാലോചനയും. ഇനി ഇങ്ങനെ വല്ലതും കണ്ട ഇതിലും വലുത് നിങ്ങൾ പ്രതീക്ഷിച്ചോ എന്നും പറഞ്ഞ് ആമി അവിടെ നിന്ന് നടന്നു നീങ്ങി. ദേവു കണ്ണു തുറക്കുന്നതും കാത്തു അഭി ICUവിനുള്ളിൽ ഇരിക്കുമ്പോൾ ദക്ഷും പപ്പയും ആരവും പുറത്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാണ്. ഇതുവരെ ആയിട്ടും ദേവുവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടില്ല. ബോഡി മരുന്നുമായി റെസ്പോണ്ട് ചെയ്യുന്നില്ല. 24 മണിക്കൂർ വരെ കാത്തിരിക്കാം, അത് കഴിഞ്ഞ് വെന്റിലേറ്ററിലേക്ക് മാറ്റാം. ഇനിയുള്ള 12 മണിക്കൂർ നിർണായകമാണ് എന്ന ഡോക്ടർ സാജന്റെ തീരുമാനം കേട്ടതും അഭി ഡോക്ടർ അഭിമന്യുവിൽ നിന്നും ഒരു സാധാരണക്കാരനായ മനുഷ്യനും അവൻ്റെ അമ്മുവിൻ്റെ മാത്രം മനുവേട്ടനുമായി മാറുകയായിരുന്നു. ഡോക്ടർ സാജൻ അതും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഡോക്ടർ രാഹുലിൻ്റെ മുഖം വാടിയിരുന്നു. അഭിയുടെ അവസ്ഥ അവനെ ശരിക്കും വേദനിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 12 മണിക്കൂറിലേറെയായി അവൻ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ട്. സാർ, ഇതിപ്പോൾ ഇക്കാര്യം അഭിയോട് പറയണ്ടായിരുന്നു. ഓൾറെഡി അവനാകെ ടയേർഡാണ്. രാഹുൽ തൻ്റെ മനസ്സിൽ തോന്നിയത് സാജൻ ഡോക്ടറോട് തുറന്നു പറഞ്ഞു. എടോ, ഞാനത് മനഃപൂർവ്വം പറഞ്ഞതാ. ആ കുട്ടിയുടെ ബോഡി മരുന്നിനോട് പ്രതികരിക്കുന്നില്ലെന്ന് ശരിയാണ്. ശാസ്ത്രം പോലും തോറ്റുപോകുന്നതേ ഒന്നിനു മുന്നിൽ മാത്രമാണ്, പേഷ്യൻസിൻ്റെ പ്രിയപ്പെട്ടവരുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിന് മുന്നിൽ. അവിടെയാണ് മിറാക്കിൾ എന്ന പേരിൽ ദൈവം കണ്ണടയ്ക്കുന്നത്. അത്രയ്ക്കും പ്രിയപ്പെട്ട ഒരാൾ തന്നെ വിട്ടുപോകുമോ എന്ന് തോന്നലിൽ അഭി ആ കുട്ടിക്ക് മുന്നിൽ തൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പറയും, അതും അത്രയും ഫീലിങ്സോട് കൂടി. നമുക്ക് നോക്കാം അവൻ്റെ പ്രണയം ആ കുട്ടി തിരിച്ചറിയുന്നുണ്ടോയെന്ന്. എന്തേലും മിറാക്കിൾ നടക്കാതിരിക്കില്ല. ഹാർട്ട് ബീറ്റ് ഒന്ന് നോർമലായി കിട്ടിയാൽ മതിയായിരുന്നു. നാളെ നല്ലൊരു വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. എന്നാൽ ഞാൻ പോട്ടടോ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഡോക്ടർ സാജൻ അവിടെ നിന്ന് പോയതിന് പിന്നാലെ രാഹുൽ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. തൻ്റെ സ്റ്റെത്തും കയ്യിൽ പിടിച്ച് കാഷ്വാലിറ്റിയിലേക്ക് നടന്നു. ഇതേസമയം അഭി ദേവുവിൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി തൻ്റെ ഉള്ളിലെ സങ്കടമൊക്കെയും ഒഴുക്കി കളയുകയായിരുന്നു. അവൻ്റെ കണ്ണുനീരും ചുടുനിശ്വാസവും അവളുടെ കഴുത്തിൽ വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഉള്ളിലെ പ്രണയം എത്രത്തോളമാണെന്ന് അവൻ അവളോട് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യമായി കാണും പോലെ അവൻ അവളെ കണ്ണടിക്കാതെ നോക്കി നിന്നു. അവളുടെ മുഖത്താകമാനം ചുംബനങ്ങൾ കൊണ്ട് മൂടി. ആ സമയത്താണ് അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന അവളുടെ താലിമാല ബെഡിലേക്ക് വീഴുന്നത്. ആ നിമിഷം അവൻ അവളിൽ നിന്ന് മുഖമുയർത്തി ബെഡിൽ കിടക്കുന്ന താലി കയ്യിൽ പിടിച്ചു അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ശേഷം അവളുടെ കഴുത്തിലേക്കും. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു ആ താലി അവളുടെ കഴുത്തിലേക്ക് ചാർത്തി കൊടുക്കുമ്പോൾ അവൻ്റെ ആ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം പെയ്യുന്നുണ്ട്. അവൾ ആകെ നനച്ചു കളയാൻ പാകത്തിൽ. താലി ചാർത്തി കൊടുത്തതും അവൻ ആ താലി തൻ്റെ ചുണ്ടോടടുപ്പിച്ചു. അതോടൊപ്പം അവളുടെ നെറുകയിൽ പ്രണയത്തോടെ ചുംബിച്ചു. വിവാഹ ദിവസം താലി ചാർത്തിയപ്പോൾ ഈ ഒരു ചുംബനത്തിന് വേണ്ടി അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. അന്നെന്തോ ചുറ്റുമുള്ളവരെയൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു ചമ്മലായിരുന്നു. ഇന്നിപ്പോൾ ഇവളാണ് തൻ്റെ പ്രണയമെന്ന് ആരുടെ മുന്നിലും ധൈര്യത്തോടെ വിളിച്ച് പറയാൻ പറ്റും. ഒരു മരണത്തിനും താൻ അവളെ വിട്ടുകൊടുക്കില്ലെന്ന പോലെ അവളെ പൊതിഞ്ഞു പിടിച്ചു. ബെഡിലായി അവളുടെ തലയ്ക്ക് തൊട്ടരികിൽ അവൻ തൻ്റെ തല ചേർത്ത് വെച്ച് കിടന്നു. അതുപോലെ തന്നെ അവനും മയക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് അഭി ഞെട്ടി ഉണരുന്നത്. മുന്നിലുള്ള മൾട്ടി പാരാമീറ്റർ പേഷ്യൻ്റ് മോണിറ്ററിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച അഭിയുടെ മുഖം വിടർന്നു. കണ്ണുകൾ നിറഞ്ഞു വന്നു. അവിടുന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങിയ അഭിയുടെ ഷർട്ടിൽ ദേവുവിൻ്റെ പിടി വീണിട്ടുണ്ട്. അവൻ്റെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട്. അവളുടെ പിടി വിടുവിച്ച് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ ഇപ്പോഴും മയക്കത്തിൽ തന്നെയാണ്.
ഹാർട്ട് ബീറ്റ് നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം, ശ്വാസോച്ഛ്വാസ നിരക്ക് ഇതൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അബിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. പെട്ടെന്ന് രാഹുലിനെ വിവരം അറിയിക്കുകയും അടുത്ത നിമിഷം രാഹുൽ അങ്ങോട്ട് എത്തിച്ചേർന്നു. ഏറെ വൈകാതെ ഡോക്ടർ സാജുൻ അങ്ങോട്ട് വരികയും ആവശ്യമായ ചികിത്സ നൽകുകയും ചെയ്തു. ബോഡി മരുന്നുമായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതും അബിക്ക് പുതുജീവൻ കിട്ടിയ പ്രതീതിയായിരുന്നു. 5 ദിവസത്തിന് ശേഷം ഇന്നാണ് ദേവിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അബിയുടെ കൂടെ 2 നഴ്സുമാരുണ്ട്. ദേവുവിൻ്റെ കേസ് ഷീറ്റ് പരിശോധിക്കുകയാണ് അബി. മുഖത്ത് തികച്ചും ഗൗരവം. അത് കഴിഞ്ഞ് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ കൂടെയുള്ള നഴ്സ് എഴുതുന്നുണ്ട്. ഇപ്പോൾ കൊടുക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തായിരുന്നോ? അബി ഗൗരവത്തിൽ ചോദിച്ചു. ഇല്ല സർ, സാർ വന്നിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞ് മാഡം ഒരേ വാശി. കയ്യിലെ ഡ്രിപ്പ് നീഡിൽ നേരത്തെ വേദനിക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചതാ, നേരിയ സ്വരത്തിൽ ഒരു നഴ്സ് പറഞ്ഞു. നഴ്സ് പറഞ്ഞത് കേട്ടതും അബി ആണോ എന്ന പോലെ അവളൊന്ന് നോക്കി. ആ നോട്ടത്തിൽ ഇപ്പോൾ പതിവ് ഗൗരവമില്ല. സ്നേഹവും വാത്സല്യവും പ്രണയവും എല്ലാം ഇടകലർന്നിരുന്നു. അത് അവൾക്കും അറിയാം. അവൾ അവനെ നോക്കിയാൽ മനോഹരമായി ഒന്ന് ചിരിച്ചു കാണിച്ചു. അവനെ മയക്കാൻ പാകത്തിലുള്ളതായിരുന്നു ആ ചിരി. എന്നാ നിങ്ങൾ പോയിക്കോ, ഇഞ്ചക്ഷൻ ഞാൻ എടുത്തോളാം, അബി പറഞ്ഞത് കേട്ടതും കൂടെ ഉണ്ടായിരുന്ന നഴ്സുമാർ പോയി. അവർ പോയതും അബി അവളുടെ അരികിൽ വന്നിരുന്നു. മനുവേട്ടാ, എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ കൈ ചുരണ്ടിക്കൊണ്ടവൾ കൊഞ്ചലോടെ പറഞ്ഞു. എന്നാൽ അവൾ പറയുന്നതൊന്നും കൂട്ടാക്കാതെ സിറിഞ്ചിലേക്ക് മരുന്ന് കയറ്റുകയായിരുന്നു അവൻ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരുതി അവൾ അടങ്ങിയിരുന്നു. കാണിക്ക്. എന്ത്? ഹിപ്പ് കാണിക്കെന്ന്. എന്തിന്? ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? അത് കയ്യിലേക്ക് എടുത്താൽ പോരെ? നിന്റെ കയ്യിൽ കുത്താനിനി എവിടെയും ബാക്കിയില്ല. വെയിൻ പോലും കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഉള്ളിടത്തങ്ങ് കുത്തിയാൽ മതി എന്നും പറഞ്ഞ് അവൾ തൻ്റെ കൈ കാട്ടിക്കൊടുത്തതും അബി അവളുടെ തോളിൽ നിന്നും ഡ്രസ്സ് അല്പം താഴ്ത്തി അവളുടെ കൈയുടെ മേൽഭാഗത്ത് ഇഞ്ചക്ഷൻ എടുത്തു. അത് കഴിഞ്ഞ് അവൻ അവിടം പഞ്ഞി വെച്ച് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അവനിൽ മാത്രമായിരുന്നു. അവളുടെ നോട്ടം കണ്ട് അവൻ ഗൗരവത്തിൽ എന്താ എന്ന പോലെ മൂളി. അന്നേരം അവൾ ഒന്നുമില്ലെന്ന പോലെ ചുമൽ കൂച്ചി. നിങ്ങൾ എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? അബിയുടെ മുഖത്തെ വിഷാദഭാവം കണ്ട് ദേവ് ചോദിച്ചു. ഒന്നുമില്ല, അവൻ മറുപടി പറഞ്ഞു. ഒന്നുമില്ലെന്നോ? 2-3 ദിവസമായി ഞാനിത് ശ്രദ്ധിക്കുന്നു. ഒന്നുമില്ലെൻ്റെ അമ്മൂസേ, നിനക്ക് തോന്നുന്നതാ. ഉറപ്പാണല്ലോ? ആണെന്ന്. ആമി ചേച്ചിയും ചോട്ടുവിനെയും മാത്രമേ ഇങ്ങോട്ട് കണ്ടുള്ളൂ. അതെന്താ അവരൊന്നും വരാഞ്ഞത്? അവർക്കൊക്കെ ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? അവരോട് വരണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അവളുടെ ഡ്രസ്സ് നേരെയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അതെന്താ വരണ്ടെന്ന് പറഞ്ഞേ? ദേവ് വീണ്ടും ചോദിച്ചു. എൻ്റെ അമ്മു, നിനക്കിതെന്തിൻ്റെ കേടാ? കിട്ടിയതൊന്നും നിനക്ക് പോരെ? അത് മനുവേട്ട, അവൾ അറിയാതെ ചെയ്തു പോയതാവും. ഞാനത് ക്ഷമിച്ചു കളഞ്ഞു. ആണോ? എന്നാൽ ഞാൻ ക്ഷമിച്ചിട്ടില്ല. തല്ലാനും കൊല്ലാനും പറ്റില്ലല്ലോ, സ്വന്തം ചോരയായിപ്പോയില്ലേ. പക്ഷേ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. 3നോടും അതിനുശേഷം ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പു അവളെൻ്റെ മുന്നിൽ പോലും വരാറില്ല. വേണ്ടിയിരുന്നില്ല. ദേവു വിഷമത്തോടെ പറഞ്ഞു. എന്ത് വേണ്ടിയിരുന്നില്ലെന്ന്? എങ്കിലേ എല്ലാം പഠിക്കുള്ളൂ. ആമി അപ്പുവിന് ശരിക്കും അടിച്ചെന്ന് ചോട്ടു അറിഞ്ഞു. ഇതൊക്കെ കേട്ട് ദേവുവിന് നല്ല വിഷമം തോന്നി. മനുവേട്ടാ, നമ്മളിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവോ? ദക്ഷിൻ്റെ കൂടെയാ നീ പോകുന്നത്. ദച്ചുവേട്ടൻ്റെ കൂടെയോ? അപ്പം നിങ്ങളോ? ഞാനോ? ഞാൻ അത്രയും പറഞ്ഞ അബി നിർത്തി. മനുവേട്ടാ, എന്തിനാ എന്നെ ദച്ചുവേട്ടൻ്റെ കൂടെ പറഞ്ഞു വിടുന്നേ? എനിക്ക് അങ്ങോട്ട് വന്നാൽ മതി. നിന്റെ ഏട്ടൻ പറഞ്ഞു നിന്നെ ഇനി എൻ്റെ കൂടെ വിടില്ലെന്ന്. നിന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് പോന്നോളാനും പറഞ്ഞു. അയ്യോ, അതെങ്ങനെ ശരിയാവും? ഈ ദച്ചുവേട്ടന് എന്താ പറ്റിയേ? നിങ്ങൾ പറ, എൻ്റെ കെട്ടിയോളെ എങ്ങും വിടില്ലെന്ന്. അത് പറഞ്ഞാൽ നിന്റെ ഏട്ടൻ കേൾക്കണ്ടേ? ആള് കലിപ്പിലാണ്. എന്നെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് നിൽക്കും. നീ വയ്യാതെ കിടക്കുമ്പോൾ എന്നെ പറയാനായി ഒന്നും ബാക്കിയില്ലായിരുന്നു. ഷോ, അതൊക്കെ കേട്ടിട്ട് ഇയാൾക്ക് വിഷമമായി കാണുമല്ലേ? ഞാനെൻ്റെ വിഷമം മുഴുവൻ നിന്നോടാ പറഞ്ഞേ. അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതെ, എത്ര ദിവസമായി നമ്മൾ ശരിക്കും വേണ്ടിയിട്ട്. ഹിറ്റ്ലറെ, എനിക്ക് നിങ്ങളുടെ റൊമാൻസ് മിസ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു ഞാൻ. എന്നിട്ടിപ്പോൾ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുകയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എനിക്കേ നിങ്ങളില്ലാതെ പറ്റില്ല ഹിറ്റ്ലറെ. കിടന്നെടുത്ത് നിന്നുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് ദേവ് പറഞ്ഞു. അന്നേരം അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു, മൂക്കിൽ മൂക്കുകൊണ്ട് ഉരസി. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അവനിൽ കുറുമ്പ് നിറഞ്ഞു. ഒരുപാട് ഇഷ്ടമാണ്.
ഷോക്കേറ്റ് പിടയുമ്പോൾ മനസ്സിൽ നിങ്ങൾ മാത്രമായിരുന്നു. എനിക്ക് നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല എൻ്റെ ഹിറ്റ്ലറെ. നമ്മൾ തമ്മിലെ മുജ്ജന്മത്തിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഇത്ര പെട്ടെന്ന് നിങ്ങളെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? നിങ്ങൾ പിന്നെ 2 വർഷം മുൻപേ എന്നെ മനസ്സിലിട്ട് നടക്കുമായിരുന്നല്ലോ. അവൾ അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം അവൻ കണ്ണു മിഴിച്ച് അവളെ നോക്കി. നോക്കണ്ട, എനിക്കെല്ലാം അറിയാം. എന്നാലും എൻ്റെ കള്ള ഹിറ്റ്ലറെ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒടുക്കത്തെ ജാടയല്ലായിരുന്നു. അന്നേരം എങ്ങാനും ഞാൻ ഇക്കാരെ അറിഞ്ഞിരുന്നേ സി മിസ് ഷിഗ എന്ന് വിളിക്കുമ്പോൾ ദേ ഇതുപോലൊരു ഉമ്മ തന്നേനല്ലോ. അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ വിടർന്നു, ചൊടികളിൽ പുഞ്ചിരി മുട്ടിട്ടു. അവൻ അവളുടെ നെറുകയിൽ ഏറെ പ്രണയത്തോടെ ചുംബിച്ചു. ഏറെ പ്രണയത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോട്ടമെറിഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ കത്തുന്ന പ്രണയം. അവൾ അതിൽ ഉരുകി ഒലിക്കാൻ തുടങ്ങി. അവളുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തിരുന്നു. അവൻ അവളുടെ അതരങ്ങളിലേക്ക് തൻ്റെ അതരങ്ങൾ ചേർത്ത് വെക്കാനൊരുങ്ങുകയാണ്. ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഇരുവരും ഞെട്ടിക്കൊണ്ട് അകന്നു മാറി. ഇതേസമയം ദക്ഷ് അകത്ത് കണ്ട കാഴ്ചയിൽ അകത്ത് വരണോ പുറത്തു വരണോ എന്ന പോലെ ഒരു നിമിഷം പകപ്പോടെ നിന്നുവെങ്കിലും അവസാനം അവൻ രണ്ടും കൽപ്പിച്ച് അകത്ത് കയറി. ദക്ഷ് അകത്തേക്ക് വന്നതും അഭി ദേവുവിനെ ഒന്നുകൂടെ നോക്കി. അങ്ങോട്ട് നോക്കി എന്ന പോലെ കണ്ണുകൊണ്ട് കലിപ്പിൽ നിൽക്കുന്ന ദക്ഷിനെ കാട്ടിക്കൊടുത്തു. അതെ, എല്ലാം കഴിഞ്ഞെങ്കിലേ ഇറങ്ങായിരുന്നു. വണ്ടി റെഡിയാണ്. ദക്ഷ ആരോടൊന്നുമില്ലാതെ പറഞ്ഞു. ഇറങ്ങാം, അഭി മറുപടി പറഞ്ഞു. അമ്മു, നിനക്ക് നടക്കാൻ പറ്റില്ലല്ലോ. വാ, ഞാനെടുക്കാം. ദക്ഷ് ദേവുവിനരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. വേണ്ട, അളിയൻ ബുദ്ധിമുട്ടണമെന്നില്ല. എൻ്റെ ഭാര്യയെ ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞ് അഭി ദേവുവിനെയും കൈകളിൽ കോരിയെടുത്ത് മുറി വിട്ടിറങ്ങി. അഭിയുടെ ആ പോക്ക് കണ്ട് ദക്ഷ ഒരു നിമിഷം കണ്ണു മിഴിച്ച് നോക്കി നിന്നു. ശേഷം മുറിയിലുണ്ടായിരുന്ന കവറൊക്കെ എടുത്ത് ഒരിളം പുഞ്ചിരിയോടെ അവർക്ക് പിന്നാലെ നടന്നു. മനുവേട്ട, രാത്രി വരുമെന്ന് പറഞ്ഞത് ഉറപ്പാണല്ലോ? ഇല്ലെങ്കിൽ ഞാൻ മരുന്നൊന്നും കഴിക്കില്ല. ദേവുവിനെ വണ്ടിയിലിരുത്തി കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറടച്ച് തിരിയുന്ന അഭിയെ നോക്കി ദേവ് പറഞ്ഞു. അഭി ഒന്നും മിണ്ടിയില്ല. ദച്ചുവേട്ടാ, കൂട്ടുകാരനോടൊന്നും പറ ദച്ചുവേട്ടാ, ദേവു ദക്ഷിന് തോണ്ടിക്കൊണ്ട് പറഞ്ഞു. രാത്രിയിൽ ഇഞ്ചക്ഷൻ നീ വന്നിട്ട് എടുക്കുമോ അതോ അടുത്തുള്ള ക്ലിനിക്കിൽ പോണോ? ദക്ഷ് എവിടെയും തൊടാതെ അവനെ ക്ഷണിച്ചു. വേണ്ട, ഞാൻ വന്നോളാം എന്നും പറഞ്ഞ അഭി അവളുടെ കവിളിലൊന്ന് തട്ടിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആ നിമിഷം അവൾ അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. ദക്ഷ് വണ്ടി സ്റ്റാർട്ട് ചെയ്തതും അഭി അവളുടെ കൈ വിടുവിക്കാൻ നോക്കിയെങ്കിലും അവൾ വിടുന്ന മട്ടില്ല. ഒടുവിൽ അവൻ എങ്ങനെയോ പിടിവിടുവിച്ചതും വണ്ടി നീങ്ങി തുടങ്ങിയിരുന്നു. ദേവുവിൻ്റെ ഉള്ളിലെ സങ്കടം ദക്ഷിന് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അഭിക്ക് എത്രത്തോളം ദേവുവിനോട് സ്നേഹമുണ്ട് എന്നവൻ അറിയണമായിരുന്നു. അവളുടെ വീട്ടിലേക്ക് എത്തിയ ശേഷം ദേവു ഫോൺ വെച്ചിട്ടില്ലായിരുന്നു. ഇന്നവളെ വിഷമിപ്പിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് അഭി ആമയോട് പറഞ്ഞു ദേവുവിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ദേവുവിൻ്റെ നമ്പറിൽ നിന്നുള്ള കോൾ നിർത്താതെ വരുന്നത് കണ്ട അഭി കോൾ അറ്റൻഡ് ചെയ്തു. എന്നെ പറ്റിച്ചൂലേ? ദേ ഇപ്പോൾ സമയം നോക്ക്, 10 മണിയായി. പറ്റിച്ചിട്ടൊന്നുമില്ല. ഞാൻ വരണോ? വരുമോ? ഉറപ്പാണേ? വന്നിട്ട് എന്ത് ചെയ്യാനാ? അഭി കുറുമ്പോട് ചോദിച്ചു. വന്നിട്ട് അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് നാണം നിറഞ്ഞു. വന്നിട്ട് പറ. അത് പിന്നെ പറയില്ല, വന്നിട്ട് കാണിച്ചു തരാം. ഉറപ്പാണല്ലോ? ആന്നേ? എങ്കിൽ ഡോർ തുറക്ക്. എന്തുവാ? നിന്റെ മുറിയുടെ ഡോർ തുറക്കുന്നു. തുറക്കമ്മു. അത് കേൾക്കേണ്ട താമസം ഓടിച്ചെന്ന് അവൾ ഡോർ തുറന്നു. തൻ്റെ മുറിയുടെ മുന്നിൽ നിൽക്കുന്ന അഭിയെ കണ്ടതും ദേവ് മറ്റെല്ലാം മറന്ന് അവനെ ഇറുകെ പുണർന്നു. എൻ്റെ അമ്മൂ, ഞാനൊന്ന് അകത്തോട്ട് വന്നോട്ടെ. ദേവുവിനെ അടർത്തി മാറ്റിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. അവളുടെ തോളിൽ ചേർത്ത് പിടിച്ചു അകത്ത് കയറി ഡോറടച്ച് ലോക്ക് ചെയ്തു. അകത്തെത്തിയ അഭിയെ ദേവു പിന്നിൽ നിന്നും പുണർന്നതും അവൻ അവളെ അണച്ചു പിടിക്കണമെന്നുണ്ട്. പക്ഷേ ഫ്രഷ് ആവാതെ പറ്റില്ല. അതിനാൽ അവൻ അവളെ അടർത്തി മാറ്റി. അമ്മൂ, ഞാനൊന്ന് കുളിച്ചോട്ടെ, എന്നിട്ടേ നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞവൻ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ചു മാറ്റാനൊരുങ്ങവേ ദേവു അതിന് സമ്മതിക്കാതെ ബട്ടൺസ് അഴിച്ചു കൊടുക്കാൻ തുടങ്ങി. നീ കഴിച്ചായിരുന്നോ? നേരത്തെ കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടാ വന്നേ. അവളോട് ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമാണ്. അവളുടെ പ്രവൃത്തികൾ ഓരോന്നും അവൻ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. പെണ്ണിനെന്താ പതിവില്ലാത്ത സ്നേഹവും നാണവും ഇളക്കമൊക്കെയും അഭി ചിന്തിച്ചു. അതിനിടയിൽ അവൾ ഷർട്ട് മുഴുവൻ അഴിച്ചു മാറ്റിയിരുന്നു, അതോടൊപ്പം അവൻ്റെ ബനിയനും. പിന്നീട് അവളുടെ കൈ അവൻ്റെ ബെൽറ്റിലേക്കും അത് കഴിഞ്ഞ് അവൻ്റെ പാൻറ്റിൻ്റെ സിബിലേക്കും അമർന്നതും അവളുടെ കയ്യിൽ അഭിയുടെ പിടി വീണിരുന്നു. എന്താ? അവൾ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ വയ്യാതെ കിടക്കുമല്ലേ, ഇത്രയും സ്നേഹമൊന്നും വേണ്ട, അവൻ കുറുമ്പോടെ പറഞ്ഞു. എനിക്കൊരു വയ്യായികയും ഇല്ല, അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? അതെനിക്ക് കൂടി തോന്നട്ടെ.
അപ്പോൾ ഞാൻ നിനക്ക് ഇതുപോലുള്ള ചാൻസൊക്കെ തരുന്നുണ്ട് എന്നും പറഞ്ഞ് അവൻ ഡ്രസ്സും മാറി ടവലും ചുറ്റി വാഷ്റൂമിലേക്ക് നടന്നു. അഭി കുളിയും കഴിഞ്ഞ് ഡ്രസ്സും മാറി സിറിഞ്ചും മരുന്നും കൈ പിടിച്ച് വന്നപ്പോഴേക്കും ദേവു ഉറക്കം പിടിച്ചിരുന്നു. അമ്മു അമ്മു ഇത്ര പെട്ടെന്ന് ഉറക്കം പിടിച്ചോ? അവളെ തട്ടി ഉണർത്തിക്കൊണ്ട് അഭി ചോദിച്ചു. ചെറുതായി കണ്ണടച്ചു പോയി. അവൾ കണ്ണ് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. ഇഞ്ചക്ഷൻ വേണ്ടേ? വെച്ചോ. തൻ്റെ ടോപ്പ് ഇടുപ്പിൽ നിന്നും പൊക്കി വെച്ചുകൊണ്ട് അവൾ ചരിഞ്ഞു കിടന്നതും ഒരാൾ അവിടെ വായും പൊളിച്ച് നിൽപ്പുണ്ട്. ആദ്യത്തെ പകപ്പ് പിന്നീട് ഒരു പുഞ്ചിരിയിലേക്ക് വഴിമാറി. അവൻ അതേ പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. കയ്യിലേക്കല്ലേ വെക്കേണ്ടത്? മരുന്ന് സിറിഞ്ചിലേക്ക് കയറ്റിക്കൊണ്ടവൻ ചോദിച്ചു. അത് പിന്നെ രാവിലെ വെച്ച വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു. എങ്കിലേ മറ്റേ കൈ കാണിക്ക്. അവനിൽ കുറുമ്പ് നിറഞ്ഞു. അത് നാളെ രാവിലെ വെക്കാനുള്ള കൈയാണ്. അവൾ കീഴ്ച്ചുകൊണ്ട് കടിച്ചു പിടിച്ചു ഒറ്റക്കണ്ണിറുക്കി പറഞ്ഞു. ആണോ? എങ്കിലേ ഇവിടെ തന്നെ വെക്കാം. അതും പറഞ്ഞ് അവൻ അവളുടെ ഇടുപ്പിലേക്ക് മരുന്ന് ഇഞ്ചക്ട് ചെയ്തു. ശേഷം അവിടം പഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ച് നിമിഷം കഴിഞ്ഞതും അവൾ മലർന്നു കിടന്നു. അപ്പോഴും അവളുടെ വയറിൻ്റെ ഭാഗത്തു നിന്നും ഡ്രസ്സ് സ്ഥാനം മാറി കിടപ്പുണ്ട്. അവൻ്റെ നോട്ടം അവിടേക്ക് ചെന്നെത്തി. അതെ, നീ കരുതും പോലെ എനിക്കത്ര കൺട്രോളൊന്നുമില്ല. അവളുടെ ടോപ്പ് താഴ്ത്തി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ തൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ ഒരുങ്ങവേ അവൾ കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പിന്നിലൂടെ അവനെ പുണർന്നു. അവളുടെ കൈകൾ വിടുവിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞതും അവൾ അവനെയും കൊണ്ട് അതുപോലെ ബെഡിലേക്കൊന്ന് മറിഞ്ഞു.